ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ കൊഴക്കട്ടയെക്കുറിച്ചാണ്. നല്ല ആവിയിൽ വേവിച്ച കൊഴക്കട്ട. ഇത് ഉള്ളിൽ മധുരം വെച്ച കൊഴക്കട്ടയാണ്. തേങ്ങയും ശർക്കരയുടെയും ഫില്ലിംഗ് ഉണ്ട് ഉള്ളിൽ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇത് ഞാൻ നമ്മുടെ കുത്തരി ഗ്രൈൻഡറിലിട്ട് അരച്ചെടുത്തതാണ്. അതായത് കുത്തരി തലേന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക, നന്നായിട്ട് കഴുകിയിട്ട് രാവിലെ കഴുകി വാരി നമ്മുടെ ഗ്രൈൻഡറിൽ അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത മാവാണിത്. കുത്തരിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് കുഴച്ച് ആ മാവ് നല്ല മയപ്പെടുത്തി എടുക്കുക. അപ്പോൾ നമ്മൾ തേങ്ങയും ശർക്കരയും കൂടെ തേങ്ങ ഒരു ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൽ ശർക്കര ചിരകിയതും കൂടി ഇട്ടിട്ട് നല്ല അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് റെഡിയാക്കി വെക്കുക. അതിലോട്ട് ഇച്ചിരി ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ചേർക്കാം. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ കുത്തരിയുടെ മാവ് ഒരു ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് അതിൽ ഈ ഫില്ലിങ്ങും വെച്ചിട്ട് ഈ ബോള് പോലെ നമ്മൾ ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത്, റൈസ് ബോൾസ് പോലെ. ഇത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് പൊട്ടാതെ നമ്മൾ ഉരുട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതുപോലൊരു സ്റ്റീമറിൽ അടിയിൽ വെള്ളം ഒഴിച്ച് ഇങ്ങനെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതായില്ല, ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതിങ്ങനെ ഒരു അരമണിക്കൂർ ഇളം തീയിൽ സിമ്മിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇതെൻ്റെ സ്റ്റീമർ. ഇത് ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. നല്ലൊരു യൂസ്ഫുള്ളാണ്. ഇലയട, ഇതുപോലത്തെ അടകൾ സ്റ്റീം ചെയ്യാനുള്ള എന്ത് വേണമെങ്കിലും നമുക്കിതിലുണ്ടാക്കാം. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതും കുട്ടിയൊക്കെ ടിഫിനിലും നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് പോലെയൊക്കെ കഴിക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് പയറും മറ്റു പുഴുങ്ങിയതുണ്ടെങ്കിൽ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കുട്ടികൾക്കും കൊടുക്കണം, നിങ്ങളും കഴിക്കണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.